യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീം IMA ബ്ലഡ് ബാങ്കും ചേർന്ന് രക്തം ദാനം ചെയ്യുന്നതിനായിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പവർ ടീമിൽ. അപ്പോൾ നമുക്കറിയാം രക്തദാനം മഹാദാനമാണ്. നമുക്കും അത് രക്തം ദാനം ചെയ്യുമ്പോൾ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ആ ഒരു രക്തം ഒരുപാട് പേർക്ക് ഉപകാരമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മഹാദാനത്തിൻ്റെ പങ്കാളികളാകാനായിട്ട് ഒരുപാട് പേരാണ് പവർ ടീമിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് നമുക്ക് പല പല ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കളെ അതെല്ലാം വിട്ട് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതൊരു ലഹരിയാക്കി മാറ്റാനുമായിട്ട് ഉള്ള ഒരു സന്ദേശം കൂടെ നൽകാനാണ് യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീം ഈ ഒരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഇങ്ങനൊരു സദുദ്യമത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് സഹകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമുക്ക് നമ്മുടെ കൂടെ IMA മെഡിക്കൽ ഓഫീസറായിട്ടുള്ള രാധാകൃഷ്ണൻ സാറുണ്ട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സേവരേട്ടനുണ്ട്, ഷീജോ ചേട്ടനുണ്ട്, സോണിയുണ്ട്. അതുപോലെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു രക്തദാന ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീം എന്ന പേരിൽ IMAയുമായിട്ട് സഹകരിച്ചിട്ട് ഈ പരിപാടി ചെയ്യുന്നതെങ്കിലും ഒരുപാട് ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും സുമനസ്സുകളുടെയും പിന്തുണ നമുക്ക് എപ്പോഴും ഉണ്ട്. ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ഒരു ആമുഖം എന്ന നിലയ്ക്ക് പറയാനായിട്ട് ഞാൻ സേവരേട്ടനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീമും സംയുക്തമായി നടത്തുന്ന ഈ രക്ത ക്യാമ്പിലേക്ക് വന്ന ഏവരെയും ഒറ്റവാക്കിൽ വീണ്ടും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് രൂപീകൃതമായിട്ട് ഏകദേശം ഒരു കൊല്ലം ആവാൻ പോകുകയാണ്. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പോൾ 42ഓളം മെമ്പേഴ്സ് നമ്മുടെ ഈ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബിൽ അംഗമായിട്ടുണ്ട്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി സ്പോർട്സിലായാലും മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലായാലും ഇപ്പോൾ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ ഈ കേസ് പറഞ്ഞ് വെറും 1.5 ആഴ്ച കൊണ്ടാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. എല്ലാ USB അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനി നമ്മുടെ ഈ സാമൂഹിക പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഇവിടെ നിർത്തുന്നില്ല. ഇനി ഓരോ ഡയാലിസിൻ്റെ കിറ്റ് കൊടുക്കാനും മറ്റുമായി നമ്മൾ പൂർണ്ണമായും ഈ പാവർട്ടി മേഖലയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സേവരേട്ടൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്കും മാതൃകയാവുന്ന രീതിയിലുള്ള വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചത് നമ്മുടെ ഷീജോ ചേട്ടനാണ്. ഷീജോ ചേട്ടന് നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ കൈയടികൾ നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ സോണിയുടെ പേര് എടുത്ത് പറയേണ്ടതാണ്. സ്വന്തം സഹോദരനെ പോലെ നടക്കുകയും ചെയ്തിട്ടുള്ള സോണിക്കും നിങ്ങൾ പ്രത്യേകം കൈയടി നൽകണം. കൂടാതെ ഇനിയൊരു കൈയടി നിങ്ങൾ നൽകേണ്ടത് പാവട്ടി സോക്കർ ലാൻഡ് എന്ന് പറയുന്ന ഈ ടർഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ്. നമ്മളിങ്ങനൊരു ആശയം പറയുമ്പോൾ അതിനോട് വളരെയധികം ചേർന്നുകൊണ്ട് നമുക്കിങ്ങനൊരു സൗകര്യം ഒരുക്കി തന്ന അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ്. ഈ നന്ദി അവസാനം പറയുമ്പോൾ അത് കേൾക്കാൻ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തുടക്കത്തിൽ തന്നെ നന്ദി പറയാണ്. അത് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ്. തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോരുത്, അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകണതാണ് ഏറ്റവും നല്ലത്. വേണ്ട മുൻകരുതലുകളൊക്കെ എടുക്കുക. അപ്പം അങ്ങനെ ഈ ലളിതമായിട്ടുള്ള യോഗം നമ്മൾ നിർത്തുകയാണ്. യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീം ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് IMA ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചല്ലേ. എന്താണ് ഈ ഒരു നമ്മുടെ ഒരു ക്ലബ്ബ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാം എന്നുള്ളൊരു തോന്നലില്ല, ആ ഒരു കൺക്ലൂഷനിൽ എത്താനുള്ള കാരണം? ഞാൻ ആദ്യം തന്നെ ഈ യുണൈറ്റഡ് സ്പോർട്സ് പവർ ടീം എന്ന ഈ ക്ലബ്ബിലൊരു മെമ്പറായി എന്നുള്ളതിൻ്റെ പേരിലൊരു അഭിമാനം അത് അറിയിക്കുകയാണ്. രണ്ടാമത് ഇത് ഞങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങളുടെ ക്ലബ്ബിലൊരു മെമ്പറായ ഷീജോൻ്റെ ഒരു ആശയമായിരുന്നു ഇങ്ങനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് അവൻ പറഞ്ഞ വശം തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരനും തയ്യാറായി. അപ്പോൾ അതിനൊപ്പം തന്നെ മീഡിയ കവറേജ് സുനിൽ ഏറ്റെടുത്തു. അങ്ങനെ അത് വെറും 1.5 ആഴ്ച കൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. IMA ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഒരു 1.5 ആഴ്ച കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് നമുക്കിവിടെ സാധിച്ചു. രക്തദാനം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം. കാരണം ഒരുപാട് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് രക്തം ചെന്നുന്ന ഈ കാലഘട്ടത്തിൽ സഹോദര ബന്ധത്തിനായിട്ട് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു സംരംഭമല്ല ഈ ബ്ലഡ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ സഹോദരനായി രക്തബന്ധം എന്നൊക്കെ പറഞ്ഞ മാതിരി ആവുമല്ലേ അത്. അപ്പോൾ
അത്രയും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട യുണൈറ്റഡ് സ്പോർട്സ് പാവർട്ടി എന്നുള്ള ക്ലബ്ബിൽ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഇതുപോലത്തെ സംരംഭങ്ങൾ ഇനിയും നമ്മൾ ഈ ക്ലബ്ബിൽ നിന്നുകൊണ്ട് തന്നെ പ്രാവർത്തികമാക്കണമെന്ന് ഞങ്ങൾ പലരും തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇത്രയും ഒരു നല്ലൊരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ രക്തബന്ധം ഉണ്ടാവുകയാണ്, പരസ്പരം ബന്ധമില്ലാത്ത ആളുകൾ തമ്മിൽ ഒരു രക്തബന്ധം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ. പിന്നെ ഞങ്ങളുടെ സുനിൽ എന്നൊക്കെ പറഞ്ഞ ആളെ മീഡിയ കവറേജ് എന്നൊക്കെ പറഞ്ഞാൽ അവനെഴുതിയ ക്യാപ്ഷൻസ് ഒക്കെ പലരും വായിച്ചിട്ട് 9-ാം തീയതി പാവട്ടിയിൽ രക്തപ്പുഴ ഒഴുകുന്നുള്ളൊരു കമൻസ് ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ആൾക്കാർ പറഞ്ഞു സാധാരണ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല എന്ന് പറയാം. ആ ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പക്ഷേ അത് രക്തപ്പുഴ ഒഴുകുന്നുള്ള ഒരു മെസ്സേജ് കണ്ടപ്പോൾ എന്തൊരു ഇതെന്ന് തോന്നിയിട്ട് അയാളത് ശ്രദ്ധിച്ചപ്പോൾ മാറ്റർ ഇതാണ്, 9-ാം തീയതി ബ്ലഡ് ഡൊണേഷനാണ്. അപ്പോൾ അയാൾ പറയാം അത് നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിയിൽ നിന്ന് വരുന്ന വാക്കുകളും ക്യാപ്ഷനുമാണ്. അത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് അതിലുള്ളൊരു ചെറിയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇതിന്. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നമ്മളിങ്ങനെ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവാണ്. യുണൈറ്റഡ് സ്പോർട്സ് പാവർട്ടിയുടെ ഈ ഒരു മഹത്തായ ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയ കൊണ്ടുവന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഷിജേട്ടനാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന് എല്ലാവരും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്താം എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഐഡിയ വരാനുള്ള കാരണം എന്താ? അതായത് നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളെ വിളിച്ചിട്ട് ആശുപത്രി കേസിന് ബ്ലഡ് ചോദിക്കാറുണ്ട്. പലവട്ടം ചോദിച്ചിട്ട് ഞങ്ങൾ സുനി അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ആശയം തോന്നിയത്, നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ ചെയ്യാമെന്നൊരു തോന്നിയത്. അങ്ങനെ ഞാനിത് ഞങ്ങൾ ക്ലബ്ബായ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബിൽ പറഞ്ഞു, ഞങ്ങൾ അവതരിപ്പിച്ചു, ചർച്ച ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐക്യകണ്ഠമായി തീരുമാനിച്ചു നമുക്കൊരു പരിപാടി നടത്താം. IMIT സംസാരിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നടത്താമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് പേരാണ് ഞങ്ങളുള്ളത്. ബാക്കിയുള്ളവർ അപ്പുറത്തിരിക്കുന്നുണ്ട്. കൂടുതലും സഹായിച്ചത് സേവേട്ടനും അതുപോലെ സോണി, ഇതുപോലെ ഞങ്ങളെ വാക്കുകളെ കൊണ്ട് അമ്മാനം പാടിയ സുനിൽ ലൂയിസും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാപ്ഷനെ കുറിച്ചൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. മാർച്ച് 9-ന് പാവറട്ടിയിൽ മനുഷ്യത്വത്തിൻ്റെ ചോരപ്പുഴ ഒഴുകും എന്നുള്ളൊരു ക്യാപ്ഷൻ, അതുപോലെ ഒരുപാട് പോസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ പിന്നിലുള്ള ആൾ സുനിൽ ലൂയിസ് ആണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ ചോരപ്പുഴ ഒഴുകും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതെന്താണെന്ന് വിചാരിച്ചൊന്ന് അറ്റൻഷൻ വരും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നമ്മുടെ വാക്കുകൾ കൊണ്ട് സ്പെഷ്യലാക്കിയിരിക്കുകയാണ് അല്ലേ? നമ്മളിപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ആളുകളെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ ലഹരിയുടെ ഒക്കെ വിഷയങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ ഒരു കോമൺ സൈക്കോളജി പ്രകാരം നമ്മൾ ചില സാധനങ്ങളിൽ ഹുക്കാവണമെങ്കിൽ അതിനുള്ള ചില എലമെൻറ്റുകൾ ഇട്ട് കൊടുക്കണം. തീർച്ചയായിട്ടും ഈ ചോരപ്പുഴയൊഴുകും എന്നുള്ളതിലായിരിക്കാം ചിലപ്പോൾ പാവർട്ടിയിൽ ചോരപ്പുഴയൊഴുകും എന്നുള്ളതിലായിരിക്കും ഹുക്കായിട്ടുള്ളത്. ഇത് സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ, രക്തദാനത്തിൻ്റെ ചോരപ്പുഴയാണ്, നല്ലതാണ്. അപ്പോൾ അങ്ങനൊരു സതുദ്ദേശത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ക്യാപ്ഷൻ കണ്ട് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടേത് ഒരു സതുദ്ദേശമാണ്. ആളുകളുടെ അറ്റൻഷൻ കിട്ടുക, കൂടുതൽ ആളുകളെ ബ്ലഡ് ഡൊണേഷനായിട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് അവിടെ ഒരു അറ്റൻഷൻ വരികയും ചെയ്യും. ഇങ്ങനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൻ്റെ കാര്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. സതുദ്ദേശപരമാണെന്നുള്ളത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് ഷീലേട്ടൻ പറഞ്ഞപ്പോൾ അതിനെ എന്താ പറയുക, എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് അതിങ്ങനെ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. വെറും 1.5 ആഴ്ച കൊണ്ട് അത് നടത്തുമായിരുന്നു. സോണി ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു രക്തദാന ക്യാമ്പ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് എങ്ങനെയാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തോ? അത് പറഞ്ഞ വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 100% ചെയ്യാം. കാരണം നമ്മൾ ഫുട്ബോൾ നമ്മുടെ ലഹരിയാണ്. അതുപോലെ തന്നെ ലഹരി ഇത് മാത്രമല്ല, പല സോഷ്യൽ വർക്ക് വഴി നമുക്ക് ലഹരി കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ എല്ലാവരും പല മയക്കുമരുന്നും എനിക്ക് കൂടെ പിന്നാലെ പോകുന്ന സമയമാണ് യങ്സ്റ്റേഴ്സ് എല്ലാം. അപ്പോൾ അവരെല്ലാം ഒത്തുചേർന്ന് നമ്മളൊരു പരിപാടി നല്ല വിജയമാക്കിയിട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടുതലുള്ള ക്ലബ്ബിലെ മെമ്പേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്, നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവർ നടത്താൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒറ്റ വാക്ക്, വേണ്ടെന്നല്ല, നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാമെന്നുള്ളത്. 1.5 ആഴ്ച കൊണ്ടെല്ലാം പ്ലാൻ ചെയ്ത്
ആൾ തന്നെ വിളിച്ച് സംസാരിച്ച് നമുക്കെല്ലാം ചെയ്യാൻ പറ്റി. അപ്പോൾ നടന്നുകൊണ്ടിരിക്കണം നല്ല രീതിയിൽ. ഇനിയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് സോഷ്യൽ വർക്കും ബന്ധപ്പെട്ട്. ഈ പറഞ്ഞ മാതിരി ഡയാലിസിസിൻ്റെ കാര്യങ്ങൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, യൂത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ലഹരി ഒഴിച്ച് മറ്റുള്ള ലഹരി ഒഴിച്ച് ഇതാണ് ഞങ്ങളുടെ ലഹരി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകണം. അതാണ് ഞങ്ങളുടെ ആശയം കാര്യങ്ങളൊക്കെ. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ലഹരിയായിട്ട് കണ്ടിട്ട് അതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെ നൽകാനായിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് സ്പോർട്സ് പാവറട്ടി അതിലുള്ള മെമ്പേഴ്സ് എല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സേവിയറേട്ട, എങ്ങനെയുണ്ട് നമ്മുടെ രക്തദാന ക്യാമ്പ്? ആളുകൾ എങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ആദ്യമേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ USP, അതായത് യുണൈറ്റഡ് സ്പോർട്സ് പാവറട്ടി എന്ന സംഘടന രൂപീകരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലുള്ളത് 40-നോളം കൂടുതൽ ആൾക്കാരാണ്, 40-ന് മുകളിലാണ്. അതിൽ 60 വയസ്സ് മുതൽ അതിന് താഴെ 20 വയസ്സ് വരെയുള്ള പിള്ളേർ ഇതിൽ അണിചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷീജോനും സോണിയും കൂടി ഒരു ആശയം പറഞ്ഞപ്പോൾ ആരും അതിന് നെഗറ്റീവ് കൊടുത്തിട്ടില്ല. കാരണം പോസിറ്റീവാണ് കൊടുത്തത്. നമുക്ക് ചെയ്യാമെന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ സംഘടനയിലുള്ള പിള്ളേർ തന്നെ ഈ 40-ന് മുകളിൽ വരുന്ന പിള്ളേരിൽ ഭൂരിപക്ഷം 10-25 പിള്ളേർ തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഘടന ഇനി ഇവിടെ മാത്രമല്ല നിൽക്കുക, ഇതിന് മുകളിൽ ഇനി പാറിപ്പറക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുന്നു. ഇതിൽ മറ്റ് സംഘടനകളിൽ നിന്ന് കുറേ ആൾക്കാർ നമുക്ക് ഇതിൽ സഹായമായിട്ട് തരുന്നുണ്ട്, രക്തദാനം ചെയ്യുന്നുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ യുണൈറ്റഡ് സ്പോർട്സ് പാവറട്ടിയുടെ ആദ്യത്തെ, അല്ലെങ്കിൽ വളരെ കുറച്ച് ഒരു വർഷം ആവുന്നേ ഉള്ളൂ ക്ലബ്ബ് രൂപീകരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഇതുപോലുള്ള ധാരാളം പ്രവർത്തനങ്ങളുമായിട്ട് പാവറട്ടിയിൽ നിറഞ്ഞു നിൽക്കാൻ തന്നെയാണ് ഇവരുടെ ആ ഒരു സതുദ്ദേശപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇവരുടെ മനസ്സിലുള്ളത്. അതെല്ലാം ഇതുപോലെ ഇനി ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കട്ടെ. ഇന്നിവിടെ ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് എത്തിയിട്ടുള്ള ഒരു കപ്പിളിന്റെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ? പ്രിൻസ്. വിനിത. ബ്ലഡ് കൊടുക്കാറുണ്ടോ? മുൻപൊക്കെ കൊടുത്തില്ല? ഞാനത് ആദ്യ ടൈമിലാണ് കൊടുക്കണത്. ആഹാ. അപ്പോൾ ചേട്ടനാ? ഞാൻ മിക്ക കൊല്ലം കൊടുക്കാറുണ്ട് അല്ലേ? എങ്ങനെ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചേട്ടൻ എങ്ങനെയാ കാണുന്നത്? അല്ല, ഡൊണേഷൻ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായമാണ്, മാനസികമായിട്ടുള്ള ഒരു സഹായങ്ങളാണ്. അത് ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കൊടുക്കുക തന്നെയാണ് വേണ്ടത് ശരിക്കും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഒപ്പം തന്നെ ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനും വൈഫിനോട് ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ അവളും ആദ്യമായിട്ട് കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്? ടെൻഷനൊന്നുമില്ല. നമ്മൾ പ്രകാരം വേറൊരാൾക്ക് ഉപകാരം ആവുകയാണെങ്കിൽ അത് നല്ലതല്ലേ. രക്തദാനം മഹാദാനം അത് തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്, അവർക്കൊരു ഇൻസ്പിറേഷൻ ആവാനായിട്ടല്ലേ. എന്തായാലും ഇതുപോലുള്ള ബ്ലഡ് ഡൊണേഷൻ പോലെ നമുക്ക് എല്ലാവരും ഇതിന്റെ മുന്നിലേക്ക് വരണം, നമ്മളെല്ലാവർക്കും കൊടുക്കണം. നമുക്കൊന്നും പോവാനില്ലേ അതിന്ന്. മറ്റുള്ളവർക്ക് ഒരു സഹായം ആവുകയാണെങ്കിൽ നമുക്കൊന്നും പൈസ കൊണ്ട് ഒന്നും നമുക്കൊരു ചെലവ് വരുന്ന ഒരു പരിപാടിയല്ലല്ലോ. അപ്പോൾ കൊടുക്കുക, അല്ല അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പോൾ നമുക്ക് സാധിക്കുന്ന എല്ലാവരും ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ദോഷം ചെയ്യുന്നില്ല, ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളും എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഇവരും പറയുന്നത്. ഇനി ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ രക്തദാനം കഴിഞ്ഞിട്ട് നിൽക്കുന്ന നമ്മുടെ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. ഫാദർ അജിത് കൊള്ളന്നൂർ. അച്ഛൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നിൽക്കുകയാണല്ലേ? അതെ അതെ. എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ? അപ്പോൾ അച്ഛൻ എന്താ പറയാനുള്ളത്? എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനും ഇന്നത്തെ സമൂഹം മറക്കുന്നില്ല എന്നുള്ള കാര്യം അത് കാണുമ്പോൾ ഇന്നത്തെ യുവജനങ്ങളും പ്രത്യേകിച്ച് പാവർട്ടി
പാവറട്ടിയിലെ യുണൈറ്റഡ് സ്പോർട്സ് ക്ലബ്ബ് അവരുടെ നേതൃത്വത്തിൽ ഈ ദിവസം ഒരു ഞായറാഴ്ച ഒരുപാട് തിരക്കുള്ളൊരു ദിവസം എല്ലാവരും വളരെ ഔദാര്യപൂർവ്വം രക്തം ദാനം ചെയ്യാനും അതൊരു മഹാദാനമാണ്. ജീവൻ്റെ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധാരാളം ആളുകളിലേക്ക് വലിയൊരു സന്ദേശം നൽകാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു. ഇനിയും നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നല്ല കൃപ നിറഞ്ഞ ശുശ്രൂഷകളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ഈ രക്തദാനം ഒരു മഹാദാനമായിട്ട് തിരിച്ചറിഞ്ഞ് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ 3 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ കാലസമയം പറയുന്നത്. നിങ്ങൾ രക്തം ദാനം ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. താങ്ക് യു. യുണൈറ്റഡ് സ്പോർട്സ് പാവറട്ടി ക്ലബിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കുചേരാനായിട്ടുള്ള എത്തിയിട്ടുള്ള നമ്മുടെ അച്ഛന് ഒരു ഷാൾ അണിയിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സ്നേഹം പങ്കുവയ്ക്കുകയാണ്.